ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു കടലക്കറി ഉണ്ടാക്കിയാൽ അതിന് വേണ്ടുന്ന ചേരുവകൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, ഗരം മസാല, 1/2 ടീസ്പൂൺ വീതം ജീരകപ്പൊടി, കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 4 കപ്പ് വെള്ളം. ഇനിയും 1/2 കിലോ കടല 8 മണിക്കൂർ വെള്ളത്തിൽ പൂത്ത് എടുത്തിട്ടുണ്ട്. 20 ചെറിയ ഉള്ളി, 3 ചെറിയ സവാള, 3 പച്ചമുളക്, 4 വെളുത്തുള്ളി അല്ലി, 1 ഇഞ്ച് നീളത്തിലുള്ള 2 ഇഞ്ച് കഷ്ണങ്ങൾ, 1/2 കപ്പ് തേങ്ങ, 3 തണ്ട് കരിയാപ്പില. തേങ്ങ എന്ന് പറയാൻ തേങ്ങക്കൊത്താണ്, ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർക്കുക. പച്ചമുളകിന് വരെ നമുക്ക് വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് കുക്കറിലെടുത്ത് വെച്ചിരിക്കുന്ന കടലയിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അവസാനം കരിയാപ്പിലയും ഉപ്പും ചേർക്കാം. അതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഞാൻ അതിന് ശേഷം 1 ടീസ്പൂണ് വെളിച്ചെണ്ണ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. അത് അടച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചിയും കരിയാപ്പില എല്ലാം ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും ചെറിയൊരു വെളുത്തുള്ളിയും മാത്രമേ ഞാനെടുത്ത് ചെറിയായിട്ട് കൊത്തിയരിഞ്ഞാണ് അതിലേക്ക് ചേർത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമുക്ക് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കണം. അവസാനം നമ്മൾ കടുക് വറക്കുമ്പോൾ അതിലേക്ക് ചേർക്കാനുള്ളതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും എല്ലാം വറുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. ഇത് അടപ്പത്ത് വെച്ച് ഒരു 4-5 വിസിൽ വരുന്നിടം വരെ അത് വേവിക്കുക. ആവി പോയതിന് ശേഷം കുക്കർ തുറന്ന് കടല എടുത്ത് നമ്മുടെ കൈ കൊണ്ടൊന്ന് ഉടച്ച് നോക്കുക. അത് ഉടഞ്ഞ് വരവായെങ്കിൽ കടല വെന്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 3 തവി കടല എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കറിക്ക് കൊഴുപ്പ് കൂടാൻ വേണ്ടി ചെയ്യുന്നതാണ്. കറിക്ക് കൊഴുപ്പ് കുറവാണെങ്കിൽ മാത്രം നിങ്ങളിങ്ങനെ ചെയ്യുക. ഞാൻ ഒരു 3 കപ്പ് കടല, 1 കപ്പ് തേങ്ങാപ്പാലിനകത്ത് മിക്സിയിൽ അരച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. ഇത് അരച്ചെടുത്ത് നമ്മൾ ചേർക്കുന്ന കടലക്കറിയും ചേർക്കാത്ത കടലക്കറിയുടെയും ടേസ്റ്റ് രണ്ടും വ്യത്യാസമാണ്. അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം ചേർക്കുക. കൊഴുപ്പിച്ചിട്ട് കുറവെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം. പിന്നെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കരിയാപ്പിലയും കടുകും ഇട്ട് പൊട്ടിക്കാം. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, സവാള എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊരു പകുതി മൂപ്പായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കുക. അതെല്ലാം ഇട്ട് കൊടുത്ത് നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വറ്റൽമുളകും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ 2 തക്കാളിക്ക ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കുക. 2 തക്കാളിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഒരു 1/4 ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്, നല്ല കളറും കിട്ടും. അതൊന്ന് എടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തീ ഓഫായിരിക്കണം. അല്ല എങ്കിൽ നമ്മൾ ഈ കടുക് വറുത്തതിൻ്റെ സ്മെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതിൻ്റെ ഗുണമെല്ലാം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് അടച്ച് വയ്ക്കുക. പിന്നെ ഈ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലേ അത് ഓഫാക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കരിയാപ്പിലയും മല്ലിയിലയും എല്ലാം ചേർത്ത് കൊടുക്കുക. മല്ലിയില ഓപ്ഷനിലാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് വാങ്ങി വെച്ച് നല്ല ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളിത് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.